Good morning. Today we are going to discuss about the two concepts of investment, that is foreign investment, that is foreign direct investment and foreign portfolio investment. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ FDI എന്നുള്ളതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ FPI എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലാണ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ പറയുക. ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും. സോ വി ക്യാൻ ക്ലാസിഫൈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ടു കാറ്റഗറീസ്. വൺ ഈസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ FPI എന്നും ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ FDI എന്നും നമുക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. So there are two types of foreign investments. They are foreign direct investments and foreign portfolio investments. So first we are going to discuss about foreign portfolio investment അഥവാ portfolio investment കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. So portfolio investments എന്ന് പറഞ്ഞാൽ they are purely financial assets like bonds which are denominated in a national currency. So portfolio investment consists of ഫിനാൻഷ്യൽ അസറ്റ്സ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ അസറ്റ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു രാജ്യത്തെ കറൻസിയിലെ ഡിനോമിനേഷനിൽ കാണിക്കുന്ന ബോണ്ടുകളെയാണ് അത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ് which are mainly consisting of bonds which are denominated in the currency of a particular nation. ഒരു രാജ്യത്തിലെ കറൻസിയുടെ ഡിനോമിനേഷനിൽ കാണിക്കുന്ന ബോണ്ടുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ അസറ്റായ ബോണ്ടുകളെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിച്ചത്. സോ ഹിയർ when an investor, when he is purchasing a bond, he is lending some capital to get some fixed returns at regular intervals. So when a particular investor is purchasing a bond, what is he doing? He is lending some capital. So he is lending some money for getting some fixed returns at regular intervals. So it may be yearly or it may be monthly or it may be quarterly, etc. So when a person is purchasing a bond, what is actually expecting some returns at regular intervals, that is he is lending some money or lending some capital to another person, to another another country with the expectation of getting some return at regular intervals. And later, after the expiry or after the pre-specified date of the bond, date of the bond, he received the face value of the bond also. ഈ പ്രീ സ്പെസിഫൈഡ് ഡേറ്റ് ഉണ്ടാവും. ബോണ്ടിന് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ് അത് മച്യൂർ ആവുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫേസ് വാല്യൂ, അതിന് ആ സമയത്ത് ബോണ്ട് കൊടുക്കുന്ന എത്രയാണോ അതിൻ്റെ ഫേസ് വാല്യൂയും കിട്ടും. അതോടൊപ്പം ഹി വിൽ ബി ഗെറ്റിംഗ് സം റിട്ടേൺസ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ്. കൃത്യമായ ഇൻ്റർവൽസിൽ ഒരു റിട്ടേണും കിട്ടുന്ന ഒന്നാണ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട് മീൻസ് എന്താണ്? എ പേഴ്സൺ ഈസ് ലെൻഡിങ് സം ക്യാപിറ്റൽ ഫോർ ഗെറ്റിംഗ് സം ഫിക്സഡ് റിട്ടേൺസ് at regular intervals. And this bond will be returned after the pre-specified period, and then he will be getting the face value back. കൃത്യമായിട്ട് ഫേസ് വാല്യൂ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്രയർ ടു വേൾഡ് വാർ ഫസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെയർ ഓഫ് ദിസ് ടൈപ്പ്. അപ്പം വേൾഡ് വാർ 1 മുന്നേ ഉള്ള മിക്കവാറും എല്ലാ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഈ രീതിയിലായിരുന്നു. ദാറ്റ് ഈസ് മെയിൻലി ഇറ്റ് ഹാസ് ഫ്ലോഡ് മെയിൻലി ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡം ടു ദ റീജിയൻസ് ഓഫ് റീസെൻറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും യു കെയിൽ നിന്ന് ഇത് ദിസ് ടൈപ്പ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഫ്ലോയിങ് ടു ദ കൺട്രീസ് ഓഫ് റീസെൻറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ യുണൈറ്റഡ് കിങ്ഡം പോയി കീഴടക്കി അവരുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരുന്ന രാഷ്ട്രങ്ങളിലേക്കായിരുന്നു പ്രത്യേകിച്ചും വേൾഡ് വാർ 1 മുന്നേ ഈ ഒരു തരത്തിലുള്ള ഒരു ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ദേ യൂസ്ഡ് ദിസ് മണി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേസ് ആൻഡ് വാസ് ഓൾസോ ഓപ്പണിംഗ് അപ്പ് ഓഫ് ന്യൂ ലാൻഡ്സ് ആൻഡ് സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽസ്. പ്രത്യേകിച്ച് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവരതാണ് ചെയ്തത്. മാത്രമല്ല ഫോർ ഫൈൻഡിങ് ഔട്ട് ന്യൂ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ന്യൂ ലാൻഡ്സ്, പുതിയ ഭൂമികളും പുതിയ റോ മെറ്റീരിയൽസ്
കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ പ്രധാനമായിട്ടും വേൾഡ് വാർ ഫസ്റ്റിന് മുന്നേ ഈ പണം പ്രധാനമായിട്ടും ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. സോ ദേ മെയിൻലി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് UK മെയിൻലി യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് this type of railways or finding out new lands or finding out new sources of raw materials. So here, what is a portfolio investment according to the US government? US government has given a definition for the portfolio investment. According to US government, it defines as a portfolio investment stock purchases that involve less than 10% of the voting stock of a corporation. സോ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്, US ഗവൺമെൻറ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേഷൻ്റെ 10% താഴെയുള്ള വോട്ടിംഗ് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യുന്നതിനാണ് അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. സോ US ഗവൺമെൻറ് ഡിഫൈൻഡ് എ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് സ്റ്റോക്ക് പർച്ചേസസ് ദാറ്റ് ഇൻവോൾവ് ലെസ് ദാൻ 10% ഓഫ് ദ വോട്ടിംഗ് സ്റ്റോക്ക് ഓഫ് എ കോർപ്പറേഷൻ. ഒരു കോർപ്പറേഷൻ്റെ വോട്ടിംഗ് സ്റ്റോക്കിൻ്റെ വോട്ടിംഗ് സ്റ്റോക്കിൻ്റെ 10% താഴെയുള്ള പർച്ചേസിനെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് US ഗവൺമെൻറ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇഫ് ദ പർച്ചേസ് ഈസ് മോർ ദാൻ 10% ഓഫ് ദ വോട്ടിംഗ് സ്റ്റോക്ക് ഓഫ് എ കോർപ്പറേഷൻ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതേസമയം 10% കൂടുതൽ ഒരു കോർപ്പറേഷൻ്റെ വോട്ടിംഗ് സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? അതിനെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കും. പക്ഷേ if there is a purchase of less than 10% of the voting stock of the corporation, it is called portfolio investment. But if there is a purchase of more than 10% of the voting stock of a corporation, it is called direct investment. That is the definition which is given by US government. Okay, നമുക്കറിയാം, when an investor, when he purchases stock of a company or a corporation, he is purchasing an equity. അല്ലേ? സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ഇക്വിറ്റി വാങ്ങണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായി ഡെഫിനിഷൻ നമ്മൾ കാര്യങ്ങൾ പറയും. ഇക്വിറ്റീസ് മീൻസ് എന്താണ്? ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സ്റ്റോക്സിനെ നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ദാറ്റ് ഇക്വിറ്റി മീൻസ് എന്താ? ഇക്വിറ്റി വെൻ എ particular individual is investing in stocks. അപ്പോൾ ഒരു വ്യക്തി സ്റ്റോക്കിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ he is purchasing ഇക്വിറ്റിയോ അല്ലെങ്കിൽ he is having a claim on the net worth of that particular firm. അതായത് അയാൾ ആ ഫേമിൻ്റെ വെൽത്തിൽ അല്ലെങ്കിൽ അവരുടെ മൂല്യത്തിന് മുകളിൽ ഒരു കമ്പനിയുടെ ഒരു കോർപ്പറേഷൻ്റെ ഒരു മൂല്യത്തിന് മുകളിൽ അയാൾക്ക് ക്ലെയിം ഉണ്ടാവുകയാണ്. ഒരു ഇൻവെസ്റ്റർ വെൻ ഹി ഈസ് പർച്ചേസിങ് സ്റ്റോക്ക് ഫ്രം എ ഫേം ഓർ ഫ്രം ആൻ ഇൻവെസ്റ്റർ ഓർ ഫ്രം എ കമ്പനി ഓർ ഫ്രം എ കോർപ്പറേഷൻ, ഹി ഈസ് പർച്ചേസിങ് ഇക്വിറ്റി മീൻസ് ഓർ he is purchasing some stocks. സ്റ്റോക്ക് വാങ്ങുകയെന്ന് വെച്ചാൽ അയാൾക്ക് അതിനകത്ത് ക്ലെയിം ഉണ്ടാവുകയാണ്. ഇതിൻ്റെ മുകളിലാണ് ഈ ഫേമിൻ്റെ സ്റ്റോക്കിന് മുകളിൽ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ വെൽത്തിന് മുകളിൽ ആർക്ക് ക്ലെയിം ഉണ്ടാവുകയാണ്? ഒരു ഇൻവെസ്റ്റർക്ക് ക്ലെയിം ഉണ്ടാവണം. അയാൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഹി ഈസ് ഹാവിങ് സം ക്ലെയിം ഓൺ ദ നെറ്റ് വർത്ത് ഓഫ് ദ ഫേമിൻ്റെ വെൽത്തിൽ ഒരു ക്ലെയിം ഉണ്ടാവുകയാണ് നമ്മുടെ ഇൻവെസ്റ്റർക്ക്. അപ്പോൾ ഇവിടെ ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയിൻലി ടേക്സ് പ്ലേസ് ത്രൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്. ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നടക്കുന്നത് നമ്മുടെ ബാങ്കുകൾ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുണ്ട്, അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസായ ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ തുടങ്ങിയവയിലൂടെയാണ്. അതേസമയം എന്താണ്, നമ്മൾ പറഞ്ഞ വേൾഡ് വാർ ഫസ്റ്റിന് മുന്നെയാണ് ഇതുവരെ എങ്ങനെ ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നത്. പക്ഷേ ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാപ്സ്ഡ് ആഫ്റ്റർ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും ഇല്ലാതാവുകയും അതിനുശേഷം ഇറ്റ് ഹാസ് റിവൈവ്ഡ് ഓൺലി ആഫ്റ്റർ ദ 1960s ശേഷമാണ് ഈ ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു റീബേർത്ത് അല്ലെങ്കിൽ ഒരു റിവൈവൽ ഉണ്ടായത് 1960s ശേഷമാണ്. വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? ദെയർ വാസ് എ കൊളാപ്സ് ഓഫ് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്.
അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞു. ഇനി നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എന്താണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫാക്ടറീസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ലാൻഡ് ആസ് വെൽ ആസ് ഇൻവെൻറ്ററീസ് where both capital and management are involved and the investor retains control over the use of invested capital. ഇപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ദേ ആർ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ factories, capital goods, land and inventories where both capital and management are involved. അതായത് ദേ ആർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫാക്ടറിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, ക്യാപിറ്റൽ ഗുഡ്സിൽ മൂലധന വസ്തുക്കളുടെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, ലാൻഡിന് മുകളിലുണ്ടാവാം, ഇൻവെൻറ്ററീസ് വെച്ചാൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് നമ്മൾ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്, അവയുടെ മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവാം, എന്താണ് മാനേജ്മെൻറ്റിൻ്റെ മുകളിലുള്ള ഒരു കൺട്രോളും ആവാം, വേർ ബോത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദർ ആസ് വെൽ ആസ് മാനേജ്മെൻറ്റ് ഈസ് ഇൻവോൾവ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റർക്ക് എന്ന് വെച്ചാൽ ഹീസ് ഹാവിങ് സം കൺട്രോൾ ഓവർ ദ യൂസ് ഓഫ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പം ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ, ഇൻവെസ്റ്റർ ആരാണോ ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് മുകളിൽ അയാൾക്ക് കുറച്ച് നിയന്ത്രണം നേരിട്ട് കിട്ടുന്ന ഒരു സംവിധാനമായിരിക്കും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ദേ ആർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഫാക്ടറീസ്, ബിൽഡിങ്സ്, ദെൻ ലാൻഡ്, ഇൻവെൻറ്ററീസ്, ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവയൊക്കെയാണ്. അപ്പം വെൻ ദർ ഇസ് ആൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുകയും മാത്രമല്ല എന്താണ്, ദർ ഇസ് എ കൺട്രോൾ ഫോർ ദ ഇൻവെസ്റ്റർ ഓവർ ദ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂലധനത്തിന് മുകളിൽ അയാൾക്കൊരു നേരിട്ടൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടേക്സ് ദ ഫോം ഓഫ് എ ഫേം സ്റ്റാർട്ടിങ് എ സബ്സിഡിയറി ഓർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് അനദർ ഫേം. അതാണ് അത് എങ്ങനെ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ഫേം ഒരു സബ്സിഡിയറി അണ്ടർടേക്കിംഗ് തുടങ്ങുന്ന രൂപത്തിലുണ്ടാവാം, അല്ലെങ്കിൽ ആ ഫേം തന്നെ മറ്റൊരു ഫേമിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അതായത് ഒരു ഫേമിൻ്റെ മൊത്തം മെജോറിറ്റി ഓഫ് സ്റ്റോക്സ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഫേം സ്വാഭാവികമായിട്ടും ആരാണോ വാങ്ങുന്ന അയാളുടെ കയ്യിൽ അയാളുടെ ഓണർഷിപ്പിലായി മാറും. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രധാനമായിട്ടും എന്താണ്, ഒരു ഫേം ഒരു പുതിയ സബ്സിഡിയറി അയാളുടെ ഒരു അനുബന്ധ ഒരു ഫേമിനെ കൺട്രോൾ ചെയ്യുന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ മറ്റൊരു ഫേമിനെ മൊത്തത്തിലായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു രൂപത്തിലാകാം, അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി സ്റ്റാർട്ട് ചെയ്യുക, അയാളുടേതായ ഒരു അനുബന്ധ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാവാം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫേമിൻ്റെ മൊത്തം സ്റ്റോക്കുകൾ വേറൊരു ഫേം മെജോറിറ്റി ഓഫ് സ്റ്റോക്കുകളും വേറൊരു ഫേം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു US ഗവൺമെൻറ് ഡിഫൈൻ ചെയ്ത ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞ് എന്താണ്, ഇഫ് ദർ ഇസ് എനി പർച്ചേസ് ഓഫ് 10% ഓർ മോർ ഓഫ് എ സ്റ്റോക്ക്, ഒരു ഫേമിൻ്റെ സ്റ്റോക്കിൻ്റെ 10% കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാമെന്നാണ് പറഞ്ഞത്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഇൻ്റർനാഷണൽ സെനാറിയോയിൽ ദിസ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ മെയിൻലി അണ്ടർടേക്കൺ ബൈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്, റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഓർ സർവീസസ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്, റിസോഴ്സ് എക്സ്ട്രാക്ഷൻ ഓർ സർവീസസ്. അപ്പം മാനുഫാക്ചറിങ്ങിലും അതുപോലെ റിസോഴ്സ് വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് എന്താണ് ഈ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ടും അന്താരാഷ്ട്ര ഒരു കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്നത് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. അപ്പം ഈ നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഫോംസ് ഓർ ചാനൽസ് ഓഫ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ക്യാപിറ്റൽ ഫ്ലോസ്. അപ്പം അന്തർദേശീയമായി എന്താണ് സ്വകാര്യ മൂലധനത്തിൻ്റെ വലിയൊരു ഒഴുക്കിന് സഹായിക്കുന്നത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും എന്താണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ മോട്ടീവ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഈ ഇൻ്റർനാഷണൽ ഫ്ലോസ് ഉണ്ടാകുന്നത്, ഈ ക്യാപിറ്റൽ ഫ്ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. വാട്ട് ആർ ദ മോട്ടീവ്സ് ഓഫ് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്നതാണ്.
അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോട്ടീവ് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ബേസിക് ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ടു ഏൺ ഹയർ റിട്ടേൺസ് എബ്രോഡ്. എബ്രോഡിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹയർ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കുക. അവരുടെ കയ്യിൽ അധികമുള്ള ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഉയർന്ന റിട്ടേൺസ് അല്ലെങ്കിൽ ഉയർന്ന ഈൽഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് the residents of one particular country, they are purchasing bonds of another country. അപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു ബോണ്ട് പർച്ചേസാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാജ്യത്തെ ആൾക്കാർ റെസിഡൻസ് ആർ പർച്ചേസിങ് ബോണ്ട്സ് ഓഫ് അനദർ കൺട്രി, മറ്റു രാജ്യത്തെ ബോണ്ടുകൾ വാങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ മേക്കിംഗ് സം റിട്ടേൺസ്. അതായത് എപ്പോഴാണ് അവർ വാങ്ങുകയുള്ളൂ? ഇഫ് ദ റിട്ടേൺസ് ഓൺ ബോണ്ട്സ് ആർ ഹയർ ഇൻ ദ അതർ കൺട്രി. മറ്റു രാജ്യത്തെ ബോണ്ടിന് മുകളിലുള്ള റിട്ടേൺസ് കൂടുതലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ രാജ്യത്തെ ആൾക്കാർ മറ്റേ രാജ്യത്തിലെ ബോണ്ടുകൾ വാങ്ങിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ യു എസ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് യു എസിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങുന്ന എപ്പോഴായിരിക്കും? യു എസിലെ ബോണ്ടുകൾക്ക് കുറച്ചും കൂടെ കൂടുതൽ റിട്ടേൺസ് കിട്ടുമെങ്കിൽ ഇന്ത്യൻസ് എന്ത് ചെയ്യും? റെസിഡൻസ് ഓഫ് ഇന്ത്യ വിൽ പർച്ചേസ് ബോണ്ട്സ് ഫ്രം യു എസിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങിക്കും. നേരെ തിരിച്ചും ഇന്ത്യൻ ബോണ്ട്സിനാണ് റിട്ടേൺസ് കൂടുതലെങ്കിൽ യു എസിലെ ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് എവിടുത്തെ ബോണ്ടുകൾ വാങ്ങിക്കും? ഇന്ത്യയിലെ ബോണ്ടുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കും. അതാണ് നമുക്കൊരു കൃത്യമായി പറയാം, ദ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒബ്ജക്റ്റീവ് ഓർ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ഈൽഡ് മാക്സിമൈസേഷൻ. അതായത് അവരുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈൽഡ് മാക്സിമൈസേഷൻ ആയിരിക്കും. മാത്രമല്ല ദർ ഇസ് എൻ ഈക്വലൈസേഷൻ ഓഫ് റിട്ടേൺസ് ഇൻ്റർനാഷണലി. ഇപ്പോൾ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ രാഷ്ട്രങ്ങളുടെ ഇടയിൽ റിട്ടേൺസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് ഈക്വലൈസ് ചെയ്യുക എന്നുള്ള, അവർക്ക് കിട്ടുന്ന ഈൽഡ് ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിട്ട് വരുന്നത്. ഔട്ട്കം വർദ്ധിപ്പിക്കുകയും ഇൻ്റർനാഷണലായിട്ട് അന്തർദേശീയ തലത്തിൽ ആൾക്കാരുടെ റിട്ടേൺസ് അല്ലെങ്കിൽ ആൾക്കാർക്ക് കിട്ടുന്ന ഈൽഡ് ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെഷറോഹ്ലി മോഡൽ നമ്മൾ പഠിച്ചതിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 നേഷൻസ് മോഡലാണ് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും അതിനകത്ത് ക്യാപിറ്റലിന് കൂടുതൽ റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഹയർ ഇൻ ദ നേഷൻ ഹാവിങ് ദ ലോവർ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഏത് രാജ്യത്തിനാണോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവായിട്ടുള്ളത് ആ രാജ്യത്തിനായിരിക്കും കൂടുതൽ ക്യാപിറ്റലിൽ നിന്നുള്ള കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്. ഏത് രാജ്യത്താണോ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവുള്ളത്, ഏറ്റവും ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവുള്ള രാജ്യം ഏതാണോ അവിടെ ആയിരിക്കും കൂടുതലായിട്ട് ക്യാപിറ്റലിന് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവെന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി ലേബറിനെ അപേക്ഷിച്ച് എന്ത് കുറവായിരിക്കും? ക്യാപിറ്റലിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവായിട്ടുള്ള രാജ്യത്ത് ക്യാപിറ്റലിന് കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഈ 2 നേഷൻ തിയറി ആയ ഹെഷറോളിൻ തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് ബോണ്ടുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു രൂപമാണ്. So, likewise, the residents of one country may also purchase stocks in a corporation in another country. അതുപോലെ ഒരു രാജ്യത്തെ ജനങ്ങൾ they will purchase stocks of corporations in another country. മറ്റൊരു രാജ്യത്തിലെ കോർപ്പറേഷൻസിൻ്റെ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യും അല്ലേ? ഫ്യൂച്ചറിൽ if they are expecting that if the future profitability of this foreign corporation will be greater than that of domestic corporation. അതായത് ഒരു രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തിലെ കോർപ്പറേഷൻസിൻ്റെ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ പ്രതീക്ഷിക്കുകയാണ് ഇൻ ഫ്യൂച്ചർ ദ റിട്ടേൺസ് ഓഫ് ഓർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദിസ് ഫോറിൻ കോർപ്പറേഷൻസ് വിൽ ബി ഹയർ ഓർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഡൊമസ്റ്റിക് കോർപ്പറേഷൻസ്. അതായത് ഡൊമസ്റ്റിക് കോർപ്പറേഷൻസിൽ അവരുടെ സ്വന്തം രാജ്യത്തിലുള്ള കോർപ്പറേഷൻസിൻ്റെ ലാഭത്തേക്കാൾ കൂടുതൽ ലാഭം ഫ്യൂച്ചറിൽ വിദേശ രാജ്യങ്ങളിലെ കോർപ്പറേഷൻസ് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വിദേശ രാജ്യങ്ങളിലെ കോർപ്പറേഷൻസിലെ സ്റ്റോക്സ് അവർ പർച്ചേസ് ചെയ്യുന്നത്. സോ റെസിഡൻസ് ഓഫ് എ പർട്ടിക്കുലർ കൺട്രി ആർ പർച്ചേസിങ് സ്റ്റോക്സ് ഫ്രം the corporations in another nation in the expectation that the profitability of the corporations of those countries or the foreign countries will increase in future. ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെ എന്ത് പർച്ചേസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്നത്. സോ
ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഡ്യൂ ടു ദ എന്താണ് ഹയർ അഡ്വാൻറ്റേജസ് ഓർ ഹയർ ഈൽഡ്സ് എബ്രോഡ് അല്ലേ. ഹയർ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഹയർ ഈൽഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ സാധാരണയായിട്ട് ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ദ എക്സ്പ്ലനേഷൻ ഈസ് ദാറ്റ് ദ ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹയർ ഈൽഡ്സ് എബ്രോഡ് അല്ലേ. അപ്പോൾ ഹയർ ഈൽഡ്സ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു രാജ്യത്തേക്കുള്ളൊരു ഫ്ലോ മാത്രമേ പറയുന്നുള്ളൂ. ഏത് രാജ്യത്താണോ കൂടുതൽ റിട്ടേൺസ് ഉള്ളത് ആ രാജ്യത്തേക്ക് മാത്രമാണ് എന്തുണ്ടാവുക, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് രാജ്യത്തേക്കും, ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ കാര്യം നമ്മളിപ്പോൾ അമേരിക്കയും ഇന്ത്യയും പറഞ്ഞു. പക്ഷേ ഒരു രാജ്യത്തു നിന്ന് ഒരിടത്തേക്ക് മാത്രമായിരിക്കില്ല ഈ ഫ്ലോ ഉണ്ടാകുന്നത്, രണ്ട് രാജ്യങ്ങളിലും ഫ്ലോ ഉണ്ട്. ദർ വിൽ ബി 2-way ക്യാപിറ്റൽ ഫ്ലോ. രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു റിട്ടേൺസ് ഓൺ സെക്യൂരിറ്റീസ് ആർ ലോവർ ഇൻ വൺ നേഷൻ ദാൻ ഇൻ അനദർ നേഷൻ അല്ലേ. ഒരു രാജ്യത്തുള്ള സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണിനേക്കാൾ കുറവായിരിക്കും മറ്റൊരു രാജ്യത്തുള്ള സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ എന്ന് പറയും. അപ്പോൾ ഒരു രാജ്യത്ത് കൂടുതലാണ് മറ്റു രാജ്യത്ത് കുറവാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് രാജ്യത്താണോ റിട്ടേൺസ് കുറവുള്ളത് അവിടുന്ന് എവിടേക്കായിരിക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക, റിട്ടേൺസ് കൂടുതലുള്ള രാജ്യത്തേക്കായിരിക്കും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. പക്ഷേ അതേസമയം തന്നെ ദർ വിൽ ബി സൈമൾട്ടേനിയസ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതേസമയം തന്നെ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാവും. അതാണ് സാധാരണ നമ്മൾ റിയൽ വേൾഡിൽ കാണാറുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ റിയൽ വേൾഡിൽ കാണാറുള്ളത് ദർ വിൽ ബി എ 2-way ക്യാപിറ്റൽ ഫ്ലോസ്. രണ്ട് രീതിയിലും ഒരു ക്യാപിറ്റൽ ഫ്ലോ, രണ്ട് രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു റിട്ടേൺ കൂടുതലുള്ള കുറവുള്ള രാജ്യത്ത് നിന്ന് കൂടുതലുള്ള രാജ്യത്തേക്ക് ആയിരിക്കും സാധാരണ ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാകുന്നത്. പക്ഷേ റിയൽ വേൾഡിൽ നമ്മൾ തിരിച്ചും കാണാറുണ്ട്. അതായത് റിട്ടേൺ കൂടുതലുള്ള രാജ്യത്ത് നിന്ന് തിരിച്ച് കുറവുള്ള രാജ്യത്തേക്കും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ക്യാപിറ്റൽ ഫ്ലോസ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ 2-way ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോസ് പറയുന്നതിന് വേണ്ടി വി ആർ ഇൻട്രൊഡ്യൂസിങ് അനദർ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് റിസ്ക്. So for explaining this 2-way international capital flows, we are introducing an element of risk. റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള അപകടത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് നോട്ട് ഓൺലി ഇൻ റേറ്റ് ഓഫ് റിട്ടേൺ ബട്ട് ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പല ഇൻവെസ്റ്റേഴ്സും സാധാരണ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമല്ല പരിഗണിക്കുന്നത്, അതിൽ നിന്നുള്ള റിസ്ക്കും കൂടെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടുന്നുണ്ട്, പക്ഷേ റിസ്ക്കും കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൂടെ ആ റിസ്ക് എലമെൻറ്റും കൂടെ അവർ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു ബോണ്ടിനെ നമ്മളത് പരിഗണിച്ച് നോക്കുമ്പോൾ ബോണ്ടിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ബാങ്ക്രപ്സി ഉണ്ടാവും. അതായത് അയാളുടെ ബോണ്ടിൻ്റെ മുകളിൽ ചില കടം ഉണ്ടായിരിക്കും. മാത്രമല്ല ബോണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ നിലവിലുള്ള വിപണി മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും, വേരിയബിലിറ്റി ഉണ്ടാവും. അപ്പം ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ബാങ്ക്രപ്സി, കടക്കണി ഉണ്ടാവാം. മാത്രമല്ല ചിലപ്പോൾ ദർ വിൽ ബി വേരിയബിലിറ്റി ഓർ ഇൻകൺസിസ്റ്റൻസി ഇൻ മാർക്കറ്റ് വാല്യൂ. ബോണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ബോണ്ടുമായി ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ. അതേപോലെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് റിസ്ക് ഉണ്ടാവാം. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ബാങ്ക്രപ്സി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, കമ്പനി കടക്കണിയിലാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മാർക്കറ്റ് വാല്യൂവിൽ വേരിയബിലിറ്റി ഉണ്ടാവാം. അതേപോലെ തന്നെ നേരത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത്ര റിട്ടേൺസ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ലോസസ് വിൽ ബി ഒക്കറിങ്, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഗെറ്റിംഗ് എ റിട്ടേൺ വിച്ച് ഈസ് ലോവർ ദാൻ ആൻറ്റിസിപ്പേറ്റഡ്. ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറയുന്നത് ബാങ്ക്രപ്സി ഉണ്ടാവാം, പിന്നെ കൂടുതൽ പ്രൈസിൽ വേരിയബിലിറ്റി ഉണ്ടാവാം, മാർക്കറ്റ് വാല്യൂവിൽ വേരിയബിലിറ്റി ഉണ്ടാവാം. മാത്രമല്ല ലോവർ റിട്ടേൺസ് ഉണ്ടാവാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ലോവർ ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാവാം. അപ്പോൾ ഈ തരത്തിലുള്ള റിസ്ക്കുകളൊക്കെ ഏതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും, സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. അപ്പം സാധാരണ ഇൻവെസ്റ്റേഴ്സ് മാക്സിമൈസ് റിട്ടേൺസ് ഓൺ എ ഗിവൺ for a given level of risk and generally accept a higher risk only if returns are higher.
അപ്പോൾ സാധാരണ ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് മാക്സിമൈസ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഒരു നിശ്ചിത റിസ്ക് ഉണ്ടെങ്കിൽ പോലും റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സാധാരണ അവർ ഇൻവെസ്റ്റേഴ്സ് ആർ അക്സെപ്റ്റിംഗ് റിസ്ക് ഓൺലി ഇഫ് ദ റിട്ടേൺസ് ആർ ഹയർ. റിട്ടേൺസ് കൂടുതലാണെങ്കിൽ മാത്രമേ അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുള്ളൂ. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവും, പക്ഷേ എന്ത് കൂടുതലായിരിക്കണം? റിട്ടേൺസ് കൂടുതലായിരിക്കണം. റിട്ടേൺസ് കൂടുതലാണെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാൻ അവർ റെഡിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റോക്സിൻ്റെ കാര്യം നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും റിസ്ക് ഈസ് ദ വേരിയബിലിറ്റി ഓഫ് റിട്ടേൺസ് അബൌട്ട് ദ ആവറേജ്. അപ്പം നമ്മൾ ശരാശരി വെച്ച് നോക്കുമ്പോൾ റിട്ടേൺസിലുണ്ടാകുന്ന വേരിയബിലിറ്റി വ്യത്യാസമാണ് അതിൻ്റെ റിസ്ക് എന്ന് നമ്മൾ പറയാം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൻ്റെ കാര്യം പറയുകയാണ്. സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റോക്സ്. നമ്മൾ സ്റ്റോക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നിരിക്കട്ടെ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് സ്റ്റോക്കുകളാണെന്നിരിക്കട്ടെ. അതിൻ്റെ റിസ്ക്, പ്രധാനമായിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ വേരിയബിലിറ്റി ഇൻ റിട്ടേൺസ് ആണ്. റിട്ടേൺസിലുണ്ടാകുന്ന വേരിയൻസ്, മാറ്റമാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. സപ്പോസ് ബോത്ത് സ്റ്റോക്സ് എ ആൻഡ് ബി ഹാവ് എ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 30% ഓൺ ആവറേജ്. രണ്ട് സ്റ്റോക്സ് ഉണ്ട്, എ എന്ന് പറയുന്ന സ്റ്റോക്കും ബി എന്ന് പറയുന്ന സ്റ്റോക്കും ഉണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 30% ഓൺ ആൻ ആവറേജ്. ശരാശരി 30% ആണ് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, എയും ബിയും. അതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 30% ആണ്. പക്ഷേ there is a 50-50 chance that the yield will be either 20% or 40% on stock A. പക്ഷേ ഒരു 50-50 ചാൻസ് ഉണ്ട്. എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഈൽഡ് ഒന്നുകിൽ 20% താഴാനും അല്ലെങ്കിൽ 40% കൂടാനും. ഏതിൻ്റെ കേസിലാണ്? എയുടെ കേസിൽ. ഇപ്പോൾ രണ്ട് സ്റ്റോക്കാണ് പറഞ്ഞ, രണ്ടിൻ്റെയും ആവറേജ് റിട്ടേൺ നമ്മൾ 30% എന്നാണ് പറയുന്നത്. പക്ഷേ എയുടെ കാര്യത്തിൽ, സ്റ്റോക്ക് എയുടെ കാര്യത്തിൽ ചിലപ്പോൾ റിട്ടേൺ 20% താഴാനോ 40% കൂടാനോ സാധ്യതയുണ്ട്. ഓക്കെ. ബിയുടെ കാര്യത്തിൽ റിട്ടേൺ 10% താഴാനും 50% കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റോക്സാണ് പറയുന്നത്, എ എന്ന് പറയുന്ന സ്റ്റോക്കും ബി എന്ന് പറയുന്ന സ്റ്റോക്കും. അതിൽ രണ്ടിൻ്റെയും ശരാശരി റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 30%. പക്ഷേ എയുടെ കാര്യത്തിൽ ദർ ഇസ് എ 50-50 ചാൻസ് ഈസ് ദാറ്റ് either the return will fall to 20% or it will increase to 40%. And in the case, that is the case of A. And in the case of B, there is a chance that the stock return will fall to 10% and will rise to 50%. 10% താഴാനും 50% വരെ കൂടാനും ബിയുടെ കാര്യത്തിൽ 50-50 ചാൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം സ്റ്റോക്ക് ബി, ഇപ്പം നമുക്കറിയാം കൂടുതൽ റിസ്ക് വരുന്ന ഏതിനാണ്? സ്റ്റോക്ക് ബിക്കാണ്. അതായത് നേരത്തെ മറ്റേതിനകത്ത് 20% വരെ വില കൂടത്തുള്ളൂ. പക്ഷേ ബിയുടെ കാര്യത്തിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് റിട്ടേൺ ഫോളിങ് ടു 10%. 10% വരെ റിട്ടേൺ കുറയാനുള്ള സാധ്യത ബിയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്ലിയർലി ബി ഈസ് റിസ്കിയർ ദാൻ എ. എയേക്കാൾ റിസ്ക് കൂടുതൽ ഏതിനാണ്? ബിക്കാണ്. അപ്പോൾ രണ്ടിനും ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ ഇൻവെസ്റ്റർ സ്വാഭാവികമായിട്ടും റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഹി വിൽ പർച്ചേസ് എ. ആയിരിക്കും അയാൾ പർച്ചേസ് ചെയ്യുക? എ ആയിരിക്കും പർച്ചേസ് ചെയ്യുക. കാരണം രണ്ടിൻ്റെയും ആവറേജ് റിട്ടേൺ സെയിം ആണ്. ആവറേജ് റിട്ടേൺ 30% തന്നെയാണ്. സോ ഫോർ റെഡ്യൂസിങ് റിസ്ക് ഹി വിൽ പർച്ചേസ് വിച്ച് സ്റ്റോക്ക്? ഹി വിൽ പർച്ചേസ് സ്റ്റോക്ക് എ. എ ആയിരിക്കും റിസ്ക് കുറയ്ക്കാൻ വേണ്ടി അയാൾ പർച്ചേസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇഫ് ദ ഈൽഡ് ഓൺ സ്റ്റോക്ക് എ ഫോൾസ്. ഇനി എയുടെ ഈൽഡ് കുറയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ തന്നെ ഈൽഡ് ഓൺ സ്റ്റോക്ക് ബി റൈസസ്. സ്റ്റോക്ക് ബിയുടെ ഈൽഡ് കൂടുകയും ചെയ്യുന്നു. നേരെ തിരിച്ചും പറയാം. അതായത് ഒന്നുകിൽ എയുടെ ഈൽഡ് കുറയുന്നു, അതായത് ബിയുടെ ഈൽഡ് കൂടുമ്പോൾ എയുടെ ഈൽഡ് കുറയുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, എയുടെ ഈൽഡ് കൂടുമ്പോൾ ബിയുടെ ഈൽഡ് കുറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ദെൻ ബൈ ഹോൾഡിംഗ് ബോത്ത് സ്റ്റോക്സ് ദ ഇൻവെസ്റ്റർ ക്യാൻ സ്റ്റിൽ റിസീവ് എൻ ഈൽഡ് ഓഫ് 30% ഓൺ ആവറേജ് ബട്ട് വിത്ത് മച്ച് ലോവർ റിസ്ക്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഇപ്പം തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ പർച്ചേസ് ബോത്ത് സ്റ്റോക്സ്. രണ്ട് സ്റ്റോക്സും വാങ്ങിക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 30% ഈൽഡ് തന്നെ ആൻ ആവറേജ് ഹി വിൽ റിസീവ്. പക്ഷേ കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞു കിട്ടും. കാരണം രണ്ടിനും കൂടെ റിസ്ക് സ്പ്രെഡ് ചെയ്ത് പോവാം. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഈൽഡ് ഓൺ സ്റ്റോക്ക് എ ഫോൾസ്. സ്റ്റോക്ക് എയുടെ വില കുറയാണ്,
ഈൽഡ് കുറയുകയാണ്, അതേസമയം ഈൽഡ് ഓൺ സ്റ്റോക്ക് ബി റൈസസ്, സ്റ്റോക്ക് ബിയുടെ ഈൽഡ് കൂടുന്നു. നേരെ തിരിച്ചും പറയാം, മറ്റേ സിറ്റുവേഷനും പറയാം. അതായത് ഈൽഡ് ഓൺ സ്റ്റോക്ക് ബി ഫേൾസ് ആൻഡ് ഈൽഡ് ഓൺ സ്റ്റോക്ക് എ റൈസസ്, സ്റ്റോക്ക് എയുടെ ഈൽഡ് കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യും അയാൾക്ക്? ഹി ക്യാൻ ഹോൾഡ് ബോത്ത് സ്റ്റോക്സ്. അയാൾക്ക് എന്ത് ചെയ്യും? 2 സ്റ്റോക്കും വാങ്ങാം അല്ലേ? 2 സ്റ്റോക്കും വാങ്ങിച്ചിട്ട് അങ്ങനെ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ 30%, രണ്ടിൻ്റെയും ആവറേജ് റിട്ടേൺ 30% തന്നെയാണല്ലോ, വ്യത്യാസമില്ലല്ലോ. 30% റിട്ടേൺ തന്നെ കിട്ടാം. പക്ഷേ കുറച്ചും കൂടെ റിസ്ക് കുറച്ചുകൊണ്ട് അയാൾക്ക് അത് ചെയ്യാം. കാരണം രണ്ടും കൂടെ വരുന്നതുകൊണ്ട് റിസ്ക് രണ്ടിലും കൂടെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ കുറഞ്ഞ റിസ്കിൽ അത് അയാൾക്ക് പർച്ചേസ് ചെയ്യാം. കാരണം അതായത് the risk of a lower than average yield of stock A at any point is more or less matched by this tendency for the yield on stock B to be higher than average at the same time. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു എയിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് ആവറേജിനേക്കാൾ താഴുക എന്ന് പറയുന്നത് അതൊരു റിസ്ക്കാണ് അല്ലേ? അതായത് എയിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് ആവറേജ് എന്ന് വെച്ചാൽ 30 അതിനേക്കാൾ താഴുക എന്ന് പറഞ്ഞാൽ എയുടെ റിസ്ക്കാണ്. അറ്റ് എനി പോയിന്റ് ഈസ് മാച്ച്ഡ് ബൈ, അത് ഏതുമായിട്ട് മാച്ച് ചെയ്യും? ടെൻഡൻസി ഫോർ ദ ഈൽഡ് ഓൺ സ്റ്റോക്ക് ബി ടു ബി ഹയർ ദാൻ ആവറേജ് അറ്റ് ദ സെയിം ടൈം. അതേസമയം തന്നെ ബിയുടെ ഈൽഡ് ആവറേജിനേക്കാൾ കൂടുന്ന അതിന് തുല്യമല്ലേ? അതായത് നമ്മൾ രണ്ട് പർച്ചേസ് ചെയ്യാണ്, എയും ബിയും പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ എയുടെ ഈൽഡ് കുറയുന്നത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റിസ്ക്കും അതേസമയം തന്നെ, അതായത് ശരാശരിയേക്കാൾ എയുടെ ഈൽഡ് കുറയുന്നത് എന്ന് പറയുന്നത് അതേസമയം തന്നെ മറ്റേ സൈഡിൽ ബിയുടെ ഈൽഡ് കൂടുകയാണ് അല്ലേ? ബിയുടെ ഈൽഡ് കൂടുകയാണ്. രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ഈൽഡ് കൂടുന്നതും എയുടെ ഈൽഡ് കുറയുന്നതും എന്താണ്? ഒരേപോലെ തന്നെയാണ്. ശരാശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ്. അപ്പോൾ റിസ്ക് ഓഫ് ലോവർ ദാൻ ആവറേജ് ഈൽഡ് ഓഫ് സ്റ്റോക്ക് എയുടെ ആവറേജിൽ താഴെയുള്ള റിസ്ക്കും ഉണ്ടാവുക എന്ന് പറയുന്ന റിസ്ക്കും അതും ഏതും കൂടെ മാച്ച് ചെയ്യും, ഈക്വൽ ആവും. ഏതിൻ്റെ റിസ്ക്? അതായത് സ്റ്റോക്ക് ബിയുടെ ഹയർ ദാൻ ആവറേജ് ഈൽഡ് കിട്ടുക എന്ന് പറയുന്നതും തുല്യമാവും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഹാവിങ് ബോത്ത് എ ആൻഡ് ബി ഈസ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ്. അപ്പോൾ രണ്ട് കൂടെ ഉൾക്കൊള്ളുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്ത്, അതിൽ എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ടിൻ്റെയും സ്റ്റോക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? നമുക്ക് ആ പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം റിസൾട്ട് ദ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഇൻക്ലൂഡിങ് ബോത്ത് എ ആൻഡ് ബി ക്യാൻ ബി സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ്. അപ്പം രണ്ടിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയുടെ റിസ്ക് നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ പോർട്ട്ഫോളിയോ തിയറി നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ if we are investing in securities with yields that are inversely related over time, a given yield can be obtained at a smaller risk. അതായത് രണ്ട് സെക്യൂരിറ്റീസ്, നമ്മൾ പലതരത്തിലുള്ള സെക്യൂരിറ്റീസിൽ പല ഈൽഡുള്ള സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ഓവർ ടൈം, അവ തമ്മിലുള്ള ബന്ധം പരസ്പരം ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ റിസ്കിൽ ഒരു ഗിവൺ ഈൽഡ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ? ക്യാൻ ബി ഒബ്റ്റെയിൻ ഫോർ ദ സെയിം ലെവൽ ഓഫ് റിസ്ക് ഫോർ ദ പോർട്ട്ഫോളിയോ ആസ് എ ഹോൾ. അപ്പം ഒന്നുകിൽ ഒരു കുറഞ്ഞ റിസ്കിലോ കൂടിയ റിട്ടേൺസ് നമുക്ക് ഈ മൊത്തം പോർട്ട്ഫോളിയോയ്ക്ക് കിട്ടാം. ആ പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത് ഇത്രയും തന്നെ ഉള്ളൂ. ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് വിത്ത് ഈൽഡ്സ് ദാറ്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ഓവർ ടൈം, അതായത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പുള്ള സെക്യൂരിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പ്രത്യേക ഈൽഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പ്രത്യേക ഈൽഡ് നമുക്ക് ഉറപ്പിക്കാം. വി ക്യാൻ ഒബ്റ്റെയിൻ എ സ്പെസിഫൈഡ് ഈൽഡ് ഓർ ഗിവൺ ഈൽഡ് അറ്റ് എ സ്മോളർ റിസ്ക്. നമുക്ക് കുറഞ്ഞ റിസ്കിൽ ഒരു ഗിവൺ ഈൽഡ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആൻഡ് ഹയർ ഈൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫോർ ദ സെയിം ലെവൽ ഓഫ് റിസ്ക് ഫോർ ദ പോർട്ട്ഫോളിയോ ആസ് എ ഹോൾ. അപ്പം ഒരു ഹയർ ഈൽഡ് നമുക്ക് മൊത്തം പോർട്ട്ഫോളിയോയ്ക്ക് സെയിം ലെവൽ ഓഫ് റിസ്ക് ഉപയോഗിച്ചുകൊണ്ട്, ഒരേ ലെവൽ ഓഫ് റിസ്ക് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം പോർട്ട്ഫോളിയോയ്ക്ക് നമുക്ക് ഉയർന്ന ഒരു റിട്ടേൺസ് ഉറപ്പുവരുത്താനും കഴിയും എന്നാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോറിൻ സെക്യൂരിറ്റീസ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഫോറിൻ സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസിൻ്റെ ഈൽഡുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. കാരണം ഫോറിൻ സെക്യൂരിറ്റീസിൻ്റെ ഈൽഡിന് ചിലപ്പോൾ കൂടുതലായിരിക്കും, ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് കുറവായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു മേക്ക് എ പോർട്ട്ഫോളിയോ ഇൻക്ലൂഡിങ് ബോത്ത് ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസ്. അപ്പം നമുക്ക് ഫോറിൻ സെക്യൂരിറ്റീസിൻ്റെയും ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസിൻ്റെയും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടിയ ആവറേജ് ഈൽഡ് കിട്ടും, അല്ലെങ്കിൽ കുറഞ്ഞ റിസ്ക്
കിട്ടും. അതായത് ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ചിലപ്പം ഹയർ റിസ്ക് ആയിരിക്കും, ലോവർ റിട്ടേൺസും ആയിരിക്കും. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹയർ റിട്ടേൺസ് ഉണ്ടാവും, പക്ഷേ ഹയർ റിസ്ക് ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ലോവർ റിസ്ക്കായി ഹയർ റിട്ടേൺസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ തിരിച്ചും പറയാം, അതേസമയം നമ്മൾ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസ് ഫോറിൻ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി ഉയർന്ന ആവറേജ് ഈൽഡും കുറഞ്ഞ റിസ്ക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ വേണം നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് വേണമെങ്കിൽ ദർ ഷുഡ് ബി എ 2-way ക്യാപിറ്റൽ ഫ്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു രാജ്യത്തേക്ക് മാത്രം ഫ്ലോ ഉണ്ടായാൽ പോരാ, രണ്ട് രാജ്യങ്ങളിലേക്കും ഒരു 2-way ക്യാപിറ്റൽ ഫ്ലോ ആണ് ഉണ്ടാവേണ്ടത്. രണ്ട് രാജ്യങ്ങളിലേക്കും മൂലധനത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവണം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് എയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇഫ് സ്റ്റോക്ക് എ ഈസ് അവൈലബിൾ ഇൻ വൺ കൺട്രി, സ്റ്റോക്ക് എ ഒരു രാജ്യത്ത് ലഭ്യമാണ്. അതേസമയം സ്റ്റോക്ക് ബി എന്ന് പറയുന്നത് ഈസ് അവൈലബിൾ ഇൻ അനദർ കൺട്രി, മറ്റൊരു രാജ്യത്താണ് ലഭ്യമാക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഫസ്റ്റ് നേഷൻ മസ്റ്റ് ഓൾസോ പർച്ചേസ് സ്റ്റോക്ക് ബി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? ഒന്നാമത്തെ രാജ്യത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ഏതും കൂടെ പർച്ചേസ് ചെയ്യണം? സ്റ്റോക്ക് ബിയും കൂടെ പർച്ചേസ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം? അവർ ദേ ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ദ സെക്കൻഡ് നേഷൻ ഓൾസോ. അപ്പോൾ അവർ രണ്ടാമത്തെ രാജ്യത്തും കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റോക്ക് എയാണ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാജ്യത്ത് സ്റ്റോക്ക് എയാണുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റു രാജ്യത്തുള്ള സ്റ്റോക്ക് ബിയും കൂടെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ്? നേരെ തിരിച്ചും വേണം. സ്റ്റോക്ക് ബി പിന്നെ സ്റ്റോക്ക് ബി ഉള്ള സെക്കൻഡ് നേഷനിലുള്ള ആൾക്കാർ ദേ ഷുഡ് ഓൾസോ പർച്ചേസ് സ്റ്റോക്ക് എയും വാങ്ങിക്കണം. സ്റ്റോക്ക് എ മറ്റൊരു രാജ്യത്താണെങ്കിൽ സ്റ്റോക്ക് ബി നിൽക്കുന്ന രാജ്യത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഫസ്റ്റ് നേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ദസ് വി ക്യാൻ ഒബ്റ്റെയിൻ ആൻ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോ, ഒരു 2-way ക്യാപിറ്റൽ ഫ്ലോ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ദിസ് 2-way ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ നമുക്ക് റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. നമുക്ക് റിസ്കിനെ വ്യത്യസ്തമാക്കാം. അപ്പോൾ റിസ്ക് കുറയ്ക്കുകയും അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു 2-way ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. ഓക്കെ, ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒന്ന് കേൾക്കുക, കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.